ഞാൻ പറഞ്ഞു വെച്ചത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് ലക്ഷദ്വീപ് വിഷയമുണ്ടായ സമയത്തായിരുന്നു അല്ലേ? എനിക്ക് വലിയ വിഷയമുണ്ടായി. ആ സമയത്ത് റിപ്പോർട്ടർ ടിവിയുടെ താഴെ ഇരുന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുകയും അന്ന് ഐഷ സുൽത്താന പറഞ്ഞൊരു വാക്കാണ് വലിയ വിവാദമായി രാജ്യദ്രോഹ കുറ്റമായി ചുമത്തുകയും ഐഷയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ കേസും പോരാട്ടമായി മുന്നോട്ട് പോയ ഒരാളാണ്. ഐഷ ഇപ്പോൾ വിവാഹം ചെയ്യുകയാണ്. വിവാഹം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങളുണ്ടാകുമ്പോൾ ലക്ഷദ്വീപിൽ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് വിവാഹം. ആ പ്രണയം എങ്ങനെയാണ് തുടങ്ങുന്നത്? പ്രണയം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ പ്രണയത്തിലേക്ക് എത്താൻ അത്ര കാലതാമസം ഉണ്ടായില്ല, അതാണ് സത്യം. കാരണം എൻ്റെ ഒരു നിലപാടും പുള്ളിയുടെ ഒരു നിലപാടും ഒക്കെ കറക്റ്റായിരുന്നു. ലക്ഷദ്വീപുകാരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു പുള്ളി. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു സുഹൃത്തെന്ന നിലയിൽ അടുത്തറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അയാൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി എന്തുകൊണ്ട് ആയിക്കൂടാ, ഒരു ലൈഫ് പാർട്ട്ണർ ആകുമ്പോൾ ഇതേപോലെ ഒരാൾ തന്നെ വേണം എന്നൊരു തീരുമാനം ഉണ്ടായി. അങ്ങനെ തന്നെ അയാൾക്കും തോന്നി. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കാലതാമസമൊന്നും എടുത്തില്ല. ഒരു പ്രണയം അങ്ങനെ പ്രണയിച്ച് നടന്ന ആൾക്കാരും അല്ല കേട്ടോ ഞങ്ങൾ. ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെ പ്രണയിച്ച് നടന്ന ആൾക്കാരല്ല. നമുക്ക് പരസ്പരം അറിയാം, പ്രണയമുണ്ടെന്നറിയാം, സംസാര രീതികളിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ അത് കല്യാണം വരെ എത്തി. എങ്ങനെയാണ് അത് തുടക്കം? എനിക്കൊന്ന് ലക്ഷദ്വീപിലെ വിഷയങ്ങൾ വരുന്നത് വലിയ വിഷയങ്ങളായിരുന്നു. എനിക്കൊന്ന് ഐഷ സുൽത്താനെ വലിയ രീതിയിൽ ക്രൂശിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അന്ന് കൂടെ നിന്ന് ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി മീഡിയാസ് ഉണ്ട്. അതിലൊരു പാർട്ടായിരുന്നു ഞാൻ. അത് ഒരു ഒരു എന്താണ് പറയുക, ഒരു നമ്മുടെ ഒരു ആളുകൾക്ക് വേണ്ടി ഒരു ധീര പോരാട്ടമായിരുന്നു. വനിത എന്ന നിലയിൽ ഐഷ സുൽത്താൻ, ഐഷയ്ക്ക് ഒത്തിരി പിന്തുണയായിരുന്നു. പാർട്ടി മൊത്തം പിന്തുണയായിട്ട് വന്നൊരു സമൂഹമായിരുന്നു അന്നത്തെ സമരം. അതിനുശേഷം ഐഷ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ സിനിമയിൽ അന്ന് പറയാനുള്ളതൊക്കെ മുമ്പ് ചെയ്ത് ആ സിനിമ പറഞ്ഞു വെച്ചിരുന്നത് അതായിരുന്നു. അതുവരെ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ആ വിഷയങ്ങൾ നടക്കുമ്പോൾ ഐഷയുടെ ദ്വീപ് ഏതായിരുന്നു? എൻ്റെ ദ്വീപ് ശരിക്കും ചെത്ലാത്ത് എന്ന് പറഞ്ഞ ഐലൻഡാണ്. പക്ഷെ ഞാൻ പോയി വരാറുള്ളത് കവരത്തി ദ്വീപിലായിരുന്നു. നമ്മൾ ഈ കേസും ബഹളവും ഒക്കെ ആയിട്ടുള്ള പോയി വരവ് പോക്കും. ഈ കവരത്തി ദ്വീപിലായിരുന്നു? അല്ല അല്ല അല്ല, ആളുള്ളത് ആന്ധ്ര ദ്വീപിലാണ്. ഞാൻ പോയിട്ടേ ഇല്ല. ആൾ ഇത്ര നാളും അവിടെ 3 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടും ആന്ധ്രം കൽപ്പേനി ഐലൻഡിൽ ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രണയം തുടങ്ങുന്നത്? അതാണ് അതൊരു സ്വകാര്യമായൊരു ഇത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം അതൊരു നമ്മളൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് ത്രൂ ആണ് അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെ കൊച്ചിയിൽ വെച്ച് കണ്ടപ്പോൾ ഒക്കെ ആളുടെ ഒരു പേഴ്സണാലിറ്റി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. സംസാര രീതി ആയാലും ശരി. പിന്നെ അവരെ ഫാമിലീനൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അവരും അതേപോലെ ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ ഫാമിലിയൊക്കെ, അമ്മ അച്ഛനൊക്കെ. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഇപ്പം എത്ര പോരാട്ടം ഉണ്ടായാലും ശരി, എത്രത്തോളം ഇതായാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു മിസ്സിങ് ആണ്. ഒരു നല്ല ലൈഫ്, മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന പോലുള്ള കുറച്ച് ഒരു ലൈഫിൽ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വളരെ ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ വാപ്പ മരിച്ചിട്ട് തന്നെ വർഷം ഇപ്പോൾ 10 ആവുന്നു. അപ്പോൾ തന്നെ കുറേ ഉത്തരവാദിത്തം കൂടുതലായിരുന്നു എനിക്ക്. എൻ്റെ ഉമ്മ ആയിക്കോട്ടെ, എൻ്റെ അനിയനെ. അപ്പം വാപ്പ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ അനിയൻ മരിച്ചു. ഇക്കാക്ക് അറിയാവുന്ന സ്റ്റോറിയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞനിയനെയും ഉമ്മയും ഞാനും മാത്രമായി ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒതുങ്ങിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ചേർന്ന് പോകാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഒതുങ്ങി താമസിക്കുന്ന ആൾക്കാർ. അതൊക്കെ കഴിഞ്ഞ് 2015 വാപ്പ മരിക്കുന്നത്. അനിയൻ മരിക്കുന്നത് 16 തുടക്കത്തിലാണ്. അത് കഴിഞ്ഞ് 2020 വരയ്ക്കും ഞങ്ങൾ എന്താണോ എവിടെയാണോ എന്നുള്ളതൊന്നും ആളുകൾക്ക് അധികം അറിയില്ലായിരുന്നു. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ പിന്നെ ഞാൻ എൻ്റെ ലാജോ സാറിനെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ സിനിമ ഒക്കെ അസോസിയേറ്റ് ചെയ്ത് അസിസ്റ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ 20 ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി, ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ലക്ഷദ്വീപിൽ പോയി ലക്ഷദ്വീപുകാരോട് ഇടപഴകിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി വരികയും ലക്ഷദ്വീപിന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. ആളുകളൊക്കെ ശ്വാസം മുട്ടി തുടങ്ങി. ആൾക്കാരൊക്കെ ഈ ഗുണ്ട ആക്ട് അങ്ങനെ കരിനിയമങ്ങളാണല്ലോ പുള്ളി പാസ്സാക്കാൻ ശ്രമിച്ചത്. അതൊക്കെ ഇക്കന്ന് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്, നികേഷ് സാറ് നമ്മളൊപ്പം നിന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി കൂടെ നിന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പം ആ സാഹചര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്ന് തോന്നി. മറ്റെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ ലൈഫിൽ
എന്തൊക്കെ ഞാൻ അനുഭവിച്ചോ, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ഒക്കെ ഞാൻ മറന്നിട്ടാണ് ഞാൻ ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. അതിനും ഇക്കാക്കറിയാം അതിൻ്റെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത്. ഞാൻ ഇക്കാനോടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലേ, എനിക്ക് സാറിനോടും ഇക്കാനോടും ഒക്കെയാണ്. അപ്പം ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രത്തോളം അന്ന് ആത്മാർത്ഥമായിട്ട് നിന്നു, അതിന് ഏറ്റവും കൂടുതൽ ഫോർ എക്സാമ്പിൾ ഇക്ക തന്നെയാണ്. അപ്പം ആ സമയത്തും ഞാൻ പറഞ്ഞത് നമ്മൾ വീടും ഉമ്മയും നമ്മൾ മാത്രമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വാപ്പയും അനിയനും ഒന്നും ഇല്ല, നമുക്കൊരു കുടുംബത്തെ ഒരു നാഥനില്ല. ഇപ്പം എത്രയായാലും എനിക്കൊരു ലിമിറ്റുണ്ട്, നമുക്കൊരു മിസ്സിങ് ആണ്, വീട്ടിലെന്നും ആളുകൾ മിസ്സിങ് ആണ്. സോ ആ ഒരു മിസ്സിങ് ഒക്കെ എന്നത്തേക്കും ഒന്ന് മാറ്റണമെന്ന് തോന്നി എനിക്ക്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഒരു കല്യാണം വേണ്ട, ഇങ്ങനെ നടന്നാൽ മതി. ഉമ്മാക്കും ഒരു വിഷമമാണല്ലോ. അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹം എന്തുകൊണ്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ A to Z കാര്യങ്ങൾ അറിയാം, എന്ത് സംഭവിച്ചു എൻ്റെ ലൈഫിൽ, എങ്ങനെയാണ് ഞാൻ, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിനെ തന്നെയല്ലേ നമ്മൾ പാർട്ട്ണറായിട്ട് പിന്നെ ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരാളെ കിട്ടി. തുറന്നു പറയുകയാണോ, അങ്ങോട്ട് പറയുകയാണോ ചെയ്തത്? ഞാൻ അങ്ങോട്ട് പറയേണ്ടി വന്നിട്ടില്ല, പുള്ളിക്ക് ഇങ്ങോട്ട് തന്നെ. ഐഷയെക്കുറിച്ച് മൊത്തം സ്റ്റഡി ആയിരുന്നു ഓഫ്കോഴ്സ് ആണല്ലോ, കാരണം പുള്ളി 3 വർഷമായിട്ട് ലക്ഷദ്വീപിലുള്ള ആളാണ്. 3.5 വർഷം 4 വർഷം ഏതാണ്ട് ലക്ഷദ്വീപിലുണ്ടായിരുന്ന ആൾക്ക് ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഐഷ നടത്തുന്നത് ജെനുവിനാണെന്ന് അദ്ദേഹം കണ്ടെത്തി. എൻ്റെ ശബ്ദത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് എന്നതല്ല പുള്ളിനെ ഇഷ്ടപ്പെടുത്തിയത്. പുള്ളിക്ക് ഇഷ്ടമായത് ഞാൻ ആ ജനങ്ങൾക്ക് വേണ്ടി ഇത്ര ജെനുവിനായിട്ട് സംസാരിക്കുന്നു, ഇടപെടുന്നു, എന്നിട്ടും പല ആളുകളിൽ നിന്ന് തെറിവിളി കേൾക്കുന്നു, എന്നിട്ടും ഞാൻ പ്രതികരിക്കുന്നു. ഇക്കാക്കറിയാം എന്നെ ഇപ്പോൾ പാകിസ്ഥാനിയാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പറ്റി. ഇക്കാക്കറിയാം എന്നെ ഇപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരെന്നെ പല രീതിയിലും ആക്രമിക്കാൻ ശ്രമിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും. അപ്പം അത്തരം ആളുകളുടെ ഇടയിൽ നിന്നിട്ട് പോലും ഞാനിങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കാണുമ്പോൾ അയാൾ അതിനെയാണ് ഇഷ്ടപ്പെട്ടത്. ആ ഒരു പോരാട്ടം ഐഷയ്ക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടങ്ങളിലൊപ്പം ഒരു ജീവിത പങ്കാളിയും കിട്ടി. നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ കേസൊക്കെ വന്നപ്പോൾ അറിയാലോ ഇക്കാക്ക്, കേസൊക്കെ വരികയാണെന്ന് പറയണത് നിസ്സാര കേസുകളല്ലല്ലോ. അത് 2 വകുപ്പെന്ന് പറയണത് ഇന്ത്യയിലെ തന്നെ വളരെ മാരകമായിട്ടുള്ള 2 വകുപ്പാണ്. ഏറ്റവും പീക്കിൽ കിടക്കുന്ന 2 സെക്ഷനാണ് എൻ്റെ പേരിൽ ചാർജ് ചെയ്തത് പോലും. അതിന്ന് റിക്കവർ ആവാന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ ബോധം പോയ ആളാണ് ഇക്ക. ആണോ അല്ലയോ? ലൈവിൽ നിൽക്കുമ്പോൾ തന്നെ ഇക്കാക്ക് കാരണം അത് സന്തോഷം കൊണ്ടാണ് ഇക്കാക്ക് ബോധം പോയത്. കാരണം ഇക്കാക്ക് എന്നെ അത്രയും അറിയായിരുന്നു. അല്ലേ, കോവിഡ് സമയത്ത് ആ സമയത്ത് എനിക്ക് ജാമ്യം കിട്ടിയത് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഇക്ക. ഇതേ സന്തോഷം ആളുകളുടെ ഇടയിൽ, ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. പള്ളിയിലെ അച്ഛന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ പിന്നീട് പല വഴിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇത് ആയിഷ സുൽത്താനല്ലേ എന്ന് ചോദിച്ചിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ, ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പള്ളിയിലെ അച്ഛനാണ് കേട്ടോ, എത്ര മെഴുകുതിരിയാ മോൾക്ക് വേണ്ടി ഞാൻ കത്തിച്ചെന്ന് പറയുന്നത്. അപ്പം ജാതി മതഭേദമന്യേ അവരൊക്കെ എനിക്ക് വേണ്ടി കൂടെ നിന്ന ആൾക്കാരാണ്. ഞാൻ പോലും അറിയാതെ എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ, ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി ദുആ ചെയ്ത ആൾക്കാർ, വിളക്ക് കത്തിച്ച ആൾക്കാരുണ്ട്, പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച ആൾക്കാരുണ്ട്. പല ഓട്ടോ ഡ്രൈവർമാർ, ഞാൻ ഓട്ടോയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവരൊക്കെ പറയും മോൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാനന്ന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല, മോളുടെ കാര്യം ആലോചിച്ച്. ആ സ്നേഹമാണ്, ആ സ്നേഹം തന്നൊരു ബലമുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്നും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളൊരു ഒരു ധൈര്യം എനിക്കുള്ളത്. അവർ തന്നെയാണ് നമ്മളെ ഇത്രയും ധൈര്യം നമുക്ക് കിട്ടിയത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.